കൂട്ടുകാരെ, എൻ്റെ ചിന്നിമോളുടെ നിത്യതി അഭിരാമിയുടെ മുഖത്തിൻ്റെ ഒരു വശം വളരെയധികം രൗദ്രതയും മറുവശം ഒരു പിഞ്ചു കുഞ്ഞിൻ്റെ പോലെ ഓമനത്വമുള്ളതുമാണ്. അതെനിക്ക് മാത്രം കാണാൻ കഴിയുന്ന ഒന്ന്. കാരണം തളർന്നു പോകുന്ന പലയിടത്തും അവൾ ഉയർന്നു വരും, തഴഞ്ഞു പോകുന്ന പലയിടത്തും അവൾ വളർന്നു വൻ വൃക്ഷമാകും. ഒരേ സമയം ഒരു പിഞ്ച് ഓമനയെപ്പോലെയും പ്രൗഢയായ ഒരു ദേവിയെപ്പോലെയും എൻ്റെ മുന്നിൽ നിലകൊണ്ട എൻ്റെ കുഞ്ഞുമോൾ, ഇന്നും എൻ്റെ അഭിരാമി മോൾ എനിക്ക് കുഞ്ഞു തന്നെയാണ്, കൊച്ചു വാവയാണ്. എന്നാൽ ഇന്നവൾ വളരെയധികം മുതിർന്ന ഒരു പക്വതയും പാകതയുമുള്ള പെൺകുട്ടിയായി എൻ്റെ മകൾക്ക് ലഭിക്കുന്ന ഈ പ്രകൃതിയുടെ അനുഗ്രഹത്തോടൊപ്പം ആശംസിക്കട്ടെ 1000 ജന്മദിനാശംസകൾ. ചോപ്പുമായും മാനത്താരും ആരിവില്ലിൻ തൊങ്ങൽ തൂക്കും നിന്റെ ചെല്ലക്കാതിൽ കുഞ്ഞി കമ്മലെന്നോണം തേൻകിനിയും തെന്നലായി നിന്നരികെ വന്നു ഞാൻ, കാതിലൊരു മന്ത്രമായി കാകളികൾ മൂളവേ ആരും കേൾക്കാതുള്ളി മാടപ്രാവോ കുഞ്ചി ചെമ്പൂവേ പൂവേ നിറമാറത്തെ ചെണ്ടേലൊരു വണ്ടുണ്ടോ ഞങ്ങളുടെ ഇടയ്ക്കുള്ള കുഞ്ഞു കുഞ്ഞു പിണക്കങ്ങളും, അതായത് അവർക്ക് ഹൈറ്റ് കൂടുതലാണല്ലോ, അപ്പോൾ അത് ബേസ് ചെയ്ത് ഡാൻസിൽ സെൻറ്റർ വരുന്നതൊക്കെ ബേസ് ചെയ്ത് ഞങ്ങൾക്ക് എല്ലാവർക്കും പരസ്പരം അടിയും വഴക്കും ഒക്കെ ഉണ്ടെങ്കിലും ഞങ്ങൾക്ക് ഉള്ളു തുറന്ന അങ്ങേയറ്റം സ്നേഹമാണ് പരസ്പരം. ഞങ്ങളുടെ ഏറ്റവും വലിയ ഏറ്റവും ചെറിയ അഭിരാമിക്ക് ഹൃദയം നിറഞ്ഞ ജന്മദിനാശംസകൾ. ഒരുപാട് നന്മകളും ഉയർച്ചയും ഉണ്ടാവട്ടെ. ഈ ഉയർച്ചയല്ല, നൃത്തത്തിലെ ഉയർച്ച. എൻ്റെ പ്രിയ സഖിക്ക്, നിത്യതയുടെ സ്വന്തം നിത്യതി അഭിരാമിക്ക് എൻ്റെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് സ്നേഹപൂർവ്വം സന്തോഷത്തോടുകൂടി നന്മകൾ നിറഞ്ഞ ഒരു പിറന്നാൾ ദിനം ആശംസിക്കുന്നു. ഹാപ്പി ബർത്ത്ഡേ നിത്യതി അഭിരാമി. ഒരുപാട് സന്തോഷത്തോടു കൂടിയാണ് ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഇത്രയും വർഷക്കാലമായിട്ട് എൻ്റെ ഒപ്പം ഒരുപാട് നല്ലതും ചീത്തയുമായിട്ടുള്ള മൊമെൻറ്റ്സിൽ എന്നെ അത്രയും സപ്പോർട്ട് ചെയ്ത എൻ്റെ സ്വന്തം സഹയാത്രിക നിത്യതി അഭിരാമിക്ക് എൻ്റെ ഹൃദയം നിറഞ്ഞ പിറന്നാൾ ആശംസകൾ. എൻ്റെ ഈ ജന്മത്തിലെ എൻ്റെ പ്രിയ തോഴിക്ക്, എൻ്റെ നിത്യതി അഭിരാമിക്ക്, എൻ്റെ ചിന്നിക്ക്, എൻ്റെ പ്രിയ സഖിക്ക് 1000 ജന്മദിനാശംസകൾ. എനിക്ക് ഇപ്പോൾ അഭിരാമിക്ക് 20 വയസ്സായി. ആ സമയത്ത് ഓർമ്മ വരുന്നത് എന്തെന്ന് വെച്ചാൽ, പണ്ട് ചെറുതിൽ ഞങ്ങൾക്ക് 9ഉം 10ഉം വയസ്സുള്ള സമയത്താണ് ഞാൻ അഭിരാമി ആദ്യമായിട്ട് കാണുന്നത്. അന്ന് തൊട്ട് അഭിരാമി എൻ്റെ നിന്നും ഹൈറ്റ് ഉണ്ട്, പക്ഷേ അന്ന് ചെറിയ ഡിഫറൻസേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്നിപ്പോ നല്ല വ്യത്യാസമുണ്ട്. ആ രീതിയിൽ ഉയർന്നു നിൽക്കുവാണ്. ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ, ഇനി പൊക്കം വെക്കരുത്. ഓക്കെ, അല്ലാതെ നീ എത്ര ജീവിതത്തിൽ ഉയർന്ന ഒരു കുഴപ്പമില്ല, പക്ഷെ പൊക്കം വെച്ച് ഉയരാൻ നിൽക്കരുത്. ഓക്കെ. പിന്നെ ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ ജന്മദിനാശംസകൾ. ഇനിയും കുറെ ജന്മദിനങ്ങൾ വളരെ സന്തോഷപൂർവ്വവും സമാധാനപൂർവ്വവും ആഘോഷിക്കാൻ കഴിയട്ടെ.